ഹലോ, ഈ കാണുന്നത് എൻ്റെ കാലാണേ. വീട്ടാവശ്യത്തിന് കുറച്ച് ഫർണിച്ചർ പണി നടക്കുന്നുണ്ട്. അതിനാവശ്യമായ പോളിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാനിവിടെ. എപ്പോൾ വന്നാലും ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. അതായത് ഈ മെട്രോയുടെ താഴെയുള്ള എല്ലാ റോഡുകളിലും. സത്യത്തിൽ ഞാനല്ല വന്നത്, ഏട്ടായി വന്നപ്പം വരുന്നോന്ന് ചോദിച്ചു. എങ്കിൽ പോസ്റ്റ് ആകാൻ ഞാനും വരാമെന്ന് പറഞ്ഞു. ഇവിടങ്ങളിൽ പോകുമ്പോൾ ഞാൻ പോസ്റ്റ് ആകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസാനം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പം ഞാൻ പറയും എനിക്കിഷ്ടമുള്ള സാധനം. അങ്ങനെ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ വൃന്ദാവൻ ലഘുവിലാണ്. അവിടെ വന്ന് മിക്സഡ് ചാറ്റാണ് ഓർഡർ കൊടുത്തത്. ഇതിനകത്ത് വട, നമ്മുടെ മിക്സ്ചറിനകത്ത് സേവ്, സമൂസ, തൈര്, അനാറ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളിട്ട് മിക്സ് ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ ചേട്ടൻ വന്ന് നിന്ന് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അടുത്ത് പോയി നിന്ന് ചെയ്യാമെന്ന്. എന്തായാലും ഉഗ്രനാണ്. ആ തൈരിൻ്റെ പുളിയുണ്ട്, എരിവുണ്ട്, മധുരമുണ്ട്, ഇടയ്ക്കൊക്കെ കടിക്കാൻ എന്തൊക്കെയോ കിട്ടുന്നുമുണ്ട്. ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്താണ് കഴിച്ചത്. പക്ഷേ വലിയ ക്വാണ്ടിറ്റിയാണ്, നമ്മുടെ വയറ് ഫില്ലാകും. ഇതിൻ്റെ കൂടെ ഒരു ചായ സൂപ്പറാണ്. ഇത് കഴിച്ചിട്ട് വീട്ടിലോട്ട് വെറുതെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പാനിപ്പൂരി പാഴ്സൽ വാങ്ങി. പാഴ്സലിനകത്ത് പൂരി, കിഴങ്ങ് മസാല, പച്ച കളറിലെ ഒരു രസം, പിന്നെ എരിവും പുളിയും മധുരവും ഒക്കെയുള്ള സോസിൻ്റെ വകഭേദമായ ഒരു സാധനവും കൂടെ ഉണ്ടായിരുന്നു. മിയ ഇത് കണ്ട പാടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. വലിയൊരു പൂരിയാണ് ആളെടുത്തത്. അവളുടെ വാ കുഞ്ഞായതുകൊണ്ട് അതിനകത്ത് കയറാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഓർത്ത് ദൈവമേ ഇവർക്ക് ഈ പാനിപ്പൂരി കഴിച്ചെന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷെ ഒന്നും പറ്റിയില്ല. അപ്പോഴത്തേക്ക് പാറു ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെന്നും പറഞ്ഞ് അടുത്ത പൂരി എടുത്തു. സ്വന്തം ഇഷ്ടപ്രകാരമായതുകൊണ്ട് ഞങ്ങളെ ഒന്നും പറഞ്ഞില്ല. സപ്പോസ് ഞങ്ങൾ നിർബന്ധിച്ച് കഴിക്കുകയായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കാർക്കും അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബൈ.